ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഇങ്ങ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പറ്റിയൊരു കിട്ടിയ സ്പോട്ട് നമുക്കൊന്ന് കണ്ടാലോ. ഈ ആളും തിരക്കൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എറണാകുളത്തുള്ള ബ്രോഡ്വേയിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ന്യൂ ഇയറൊക്കെ ആകുമ്പോൾ ബ്രോഡ്വേക്ക് ഒരു പ്രത്യേക വൈബാണ്. ഒന്ന് മേടിക്കാനില്ലെങ്കിൽ പോലും വെറുതെ ഇതെല്ലാം കാണാൻ തന്നെ ഭംഗിയാണ്. ആമിയും കുഞ്ഞും ഓരോ ഷോപ്പിലും കയറി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കുഞ്ഞിക്ക് ഭയങ്കര സന്തോഷമായി. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇത്രയും വെറൈറ്റി ഐറ്റംസ് ഉണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. വില ആകട്ടെ നമുക്കൊരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 1000 രൂപ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം. നമുക്ക് പലതരത്തിലുള്ള ഐറ്റംസ്, ചെറിയ ചെറിയ ലൈറ്റുകൾ, ജെറുകൾ, റീത്തുകൾ, കുഞ്ഞു കുഞ്ഞു പപ്പാഞ്ഞികൾ, അങ്ങനെയൊക്കെ കുഞ്ഞിക്ക് പപ്പാഞ്ഞി വേണമെന്നായി. അങ്ങനെ ഞങ്ങൾ നോക്കി നോക്കണം പപ്പാഞ്ഞികളുടെ മാത്രമായിട്ടൊരു ചെറിയൊരു ഷോപ്പ്. കുഞ്ഞിക്ക് അങ്ങനെ ഒരു പപ്പാഞ്ഞി വേണമെന്ന് വാശി പിടിച്ചുകൊണ്ട് ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തു. ഈ ഭാഗത്തോടെ നല്ല തിരക്കാണ്. പകുതി മുക്കാൽ പേരുടെ കയ്യിലും ഐഫോണുണ്ട്. എനിക്ക് വേണം എല്ലാവരും യൂട്യൂബേഴ്സ് ആണെന്നുണ്ട്. ഫുള്ള് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് സ്റ്റാറുകൾക്ക് മാത്രമായിട്ടൊരു ഏരിയ കണ്ടത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കാണാൻ തന്നെ വലിയൊരു ഭംഗിയായിരുന്നു. ഇത് കണ്ടപ്പോൾ ആമിക്കും കുഞ്ഞിക്ക് ഇവിടെ നിന്നൊരു ഫോട്ടോസ് എടുക്കണത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ വേറെ ഫോട്ടോസ് എടുത്തു. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അതാ കാണുന്നു കമ്മലും മാലയൊക്കെ വെക്കുന്ന ഒരു ചേട്ടൻ. അപ്പോൾ എല്ലാത്തിനും 10-20 രൂപ പറഞ്ഞ് പുള്ളി കിടന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്. കണ്ടപാടെ ആമിയും കുഞ്ഞും എന്തൊക്കെയോ വാങ്ങാനായിട്ടുള്ള തീർത്തിയില്ല, കുറേ നോക്കുന്നുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് അവിടെ പാട്ട് കേട്ടത് ഒരു കടയിൽ. പിന്നെ കുഞ്ഞിയുടെ ഒരു ഡാൻസായിരുന്നു, ഒന്നും പറയാനില്ല. അപ്പോഴാണ് മനസ്സിലായത് പുഷ്പ ഫ്ലവറല്ല ഫ്ലയറാണെന്ന്. കുഞ്ഞിയുടെ ഡാൻസ് കണ്ടപ്പോൾ എന്താ ആളുകളൊക്കെ ചുറ്റും കൂടി. കുഞ്ഞു പോലും അറിയാതെ കുഞ്ഞവിടെ ഒരു സെലിബ്രിറ്റി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും അത് വീഡിയോ എടുത്തു. അല്ലെങ്കിലും പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ പിടിച്ചാൽ കിട്ടൂല. അങ്ങനെ അതിൻ്റെയൊക്കെ ക്ഷീണം മാറാനായിട്ട് ഒരു കപ്പലണ്ടിയും മേടിച്ചെടുത്ത് കുഞ്ഞ് നടന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ആ ക്ഷീണം മാറാനായിട്ട് കുഞ്ഞിക്ക് ഒരു ബൂസ്റ്റ് കുടിക്കുകയും വാങ്ങിച്ചു കൊടുത്തു. ഇപ്പം തന്നെ സമയം ഒരുപാടായി, 12 മണി കഴിഞ്ഞ്. അങ്ങനെ ഞങ്ങളത് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ അവസാനിച്ചു. എന്തായാലും നിങ്ങൾക്കും ബ്രോഡ്വേയിൽ പോകാം, ഇതുപോലെ നല്ലൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം, ഈവനിങ് അടിച്ചു പൊളിക്കുകയും ചെയ്യാം. അപ്പം നിങ്ങളൊക്കെ പോയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കിനകത്ത് അറിയിക്കുക.